ഹായ് ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കപ്പ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കപ്പ് കേക്കാണ് ഉണ്ടാക്കി നോക്കാൻ പോണത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് നമുക്കൊരു മിക്സിയുടെ ജാറാണ് കേട്ടോ ആവശ്യമുള്ളത്. മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് തേങ്ങ ചെരുക്കി ചെയ്ത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് കുറച്ച് മതി, വേണമെങ്കിൽ അത്യാവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് മതി, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇടേണ്ടത്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയാണ് നല്ലത് ഇടുന്നത്. പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കും, ശർക്കര വെച്ചിട്ടുണ്ടാക്കും. ഇതിപ്പോൾ ശർക്കര പൊടി ആയതുകൊണ്ടാണ് പൊടി ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ശർക്കര ഉള്ളെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ടാൽ മതി, നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്, അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടിട്ട് പിന്നെ ഗോതമ്പ് പൊടിയാണ് ഇടേണ്ടത്. ഗോതമ്പ് പൊടി കുറച്ചിട്ട് കൊടുക്കുക, വേണമെങ്കിൽ കുറച്ചിടാം, കുറച്ചിട്ട് കൊടുക്കുക. അരിപ്പൊടി ഒരു 2 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, ഗോതമ്പ് പൊടി ഒരു കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശർക്കര ഇട്ട് കൊടുക്കുക, ശർക്കര പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു ഏലക്ക ഇട്ടുണ്ട് കേട്ടോ, ഏലക്കപ്പൊടിയാണ് ഇടേണ്ടത്, ഏലക്കയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഗൈസ്. അപ്പം എന്നിട്ട് ചെറിയ പാത്രങ്ങൾ എടുക്കട്ടെ ഗൈസ്. നമ്മൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ നമുക്ക് ചെറിയൊരു പാത്രങ്ങൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ മൊബൈലും കൂടി കയ്യിലുള്ളതുകൊണ്ട് ഗൈസ് ഇത് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലാരിറ്റിയുടെ കുറച്ച് പ്രശ്നം ഉണ്ടാകും. മൊബൈലും പിടിക്കണം, വീഡിയോ എടുക്കും വേണം, പിന്നെ നമുക്കിത് ചെയ്യും വേണം. അതുകൊണ്ട് ഒത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഗൈസ്. അപ്പം ഇനി നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, 2 പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ വലിയൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ചെറിയ 2 പാത്രത്തിലാണ് വെച്ചേക്കുന്നത്. കപ്പ് കേക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടില്ലേ ഗൈസ്, ഇഡ്ഡലി തട്ടിൽ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവി കയറ്റിയെടുക്കുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഗൈസ്. അപ്പം നമ്മളൊരു വലിയൊരു പാത്രത്തിൽ സ്ക്വയർ ഷേപ്പുള്ള ഒരു പാത്രത്തിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ കപ്പ് കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ ഇത്രയും കട്ടി വേണ്ട, കുറച്ച് വെച്ച് കൊടുത്താൽ മതിയിട്ട്. നമ്മൾ ഇത്തിരി കൂടുതൽ വെച്ച് കൊടുത്ത് പോയി, കുറച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല കട്ടിയിൽ ആവുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിൽ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇടാം കേട്ടോ, ഉണ്ടെങ്കിൽ ഇടാം. അണ്ടിപ്പരിപ്പും ബദാമും നമുക്ക് പൊടിക്കില്ലേ ഗൈസ്, മിക്സിയിലിട്ട് പൊടിക്കില്ലേ. അപ്പം ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈസി റെസിപ്പിയാണ്, വീട്ടിൽ നമുക്ക് 4 മണിക്കൊക്കെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.